ഓക്കെ, രാമായണത്തിന്റെ ആദ്യത്തെ വരികള് ആര് വായിക്കും? ആരുടെയും അമ്മമാരും അച്ഛന്മാരും ഒന്നും വന്നിരുന്നിട്ടില്ല അല്ലേ? ഞാൻ ആരെയും വീഡിയോയിൽ കാണുന്നില്ല. ഒരു മിനിറ്റ്. ഓ, ശ്രീരാമ രാമ രാമ ശ്രീരാമചന്ദ്ര ജയ. ആരാ ചൊല്ലുന്നത് ഇന്ന്? ഓക്കെ. ശ്രീ ഹരിശ്രീ ഗണപതയേ നമഃ. അവിഘ്നമസ്തു. ശ്രീരാമ രാമ രാമ ശ്രീരാമചന്ദ്ര ജയ. ശ്രീരാമ രാമ രാമ ശ്രീരാമഭദ്ര ജയ. ശ്രീരാമ രാമ സീതാഭിരാമ രാമ. ശ്രീരാമ രാമ ലോകാഭിരാമ ജയ. ശ്രീരാമ രാമ രാവണാന്തക രാമ. ശ്രീരാമ മമ ഹൃദി രമതാം രാമ രാമ. ശ്രീരാഘവാത്മ രാമ. ശ്രീരാമ രമാപദേ. ശ്രീരാമ രമണീയ വിഗ്രഹ നമോസ്തുതേ. നാരായണായ നമോ നാരായണായ നമോ നാരായണായ നമോ നാരായണായ നമോ. ശ്രീരാമനാമം പാടി വന്ന പൈകിളി പെണ്ണേ, ശ്രീരാമചരിതം നീ ചൊല്ലിയിടും മടിയാതെ. ശാരിക പൈതൽ താനും വന്ദിച്ചു വന്ദ്യന്മാരെ, ശ്രീരാമസ്മൃതിയോടെ പറഞ്ഞു തുടങ്ങിനാൾ. കാരണനായ ഗണനായകൻ ബ്രഹ്മാത്മകൻ, കാരുണ്യമൂർത്തി ശിവശക്തി സംഭവൻ ദേവൻ. വാരണമുഖൻ മമ പ്രാരാബ്ധ വിഘ്നങ്ങളെ, വാരണം ചെയ്തിടുവാനാവോളം വന്ദിക്കുന്നേ. പാടിയിടുക നാരദ നിന്നുടെ നാവു തന്മേൽ. വാണിമാതാവേ വർണ്ണ വിഗ്രഹേ വേദാത്മികേ, നാണമെന്നിയേ മുദാ നാവിന്മേൽ നടനം ചെയ്യണാങ്കനേ. യഥാകാരനേ ദിഗംബരൻ വാരിജോത്ഭവമുഖവാരിജവാസേ ബാലേ. വാരിധി തന്നിൽ തിരമാലകളെന്ന പോലെ, ഭാരതീ പദാവലി തോന്നേണം കാലേ കാലേ. പാരാതെ സലക്ഷണം മേന്മേൽ മംഗലശീലേ. ഹരേ വിഷ്ണുവംശത്തിൽ വന്നു കൃഷ്ണനായി പിറന്നൊരു വിഷ്ണു വിശ്വാത്മാ വിശേഷിച്ചനുഗ്രഹിക്കണം. ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ ഹരേ. ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ ഹരേ. ഹരേ കൃഷ്ണ. എത്ര പേര് കഴിഞ്ഞ ആഴ്ച ഹരേ കൃഷ്ണ മഹാമന്ത്രം ചൊല്ലി ഒരു പ്രാവശ്യമെങ്കിലും ഒരു ദിവസം? രാമായണം ചൊല്ലണം. എന്തോ കേട്ടില്ല? രാമായണം ചൊല്ലണോ? രാമായണം ഈ ആധ്യാത്മിക രാമായണം ചൊല്ലണോ? ഞാൻ പറയാം ഏത് ഭാഗമാണെന്ന്. ഓക്കെ,
ഞാൻ എടുത്തു തരാം. രാമായണം ഒരു മിനിറ്റ് ഞാൻ പറഞ്ഞ ഭാഗം എന്ന് പറഞ്ഞു തരാം. നമ്മുടെ യുദ്ധകാന്ഡം തുടങ്ങത്തില്ലേ? യുദ്ധകാന്ഡം തുടങ്ങുന്നതിന്റെ ആദ്യത്തെ കുറച്ച് ഭാഗങ്ങൾ. ഓക്കെ, രാമ രാമ രാമ. ഓക്കെ, ഞാൻ പറയാം എപ്പോഴാണെന്നുള്ളത്. നാരായണ ഹരി നാരായണ ഹരി നാരായണ ഹരി നാരായണ ഹരി. അവിടെ ആ ഭാഗം തൊട്ട് ശ്രീരാമാദികളുടെ നിശ്ചയം ആ ഭാഗം. ഓക്കെ, എടുത്തു വച്ചേ. ബാലകാന്ഡം അറിയായിരുന്നു, ചൊല്ലാൻ അറിയായിരുന്നു, അത് കാരണം ചോദിച്ചത്. ഓക്കെ, ബാലകാന്ഡം ചൊല്ലിക്കൊള്ളു, നോ പ്രോബ്ലം. ഞാൻ ശരി, ഞാൻ പറയാം. ഓക്കെ, നോ പ്രോബ്ലം, നോ പ്രോബ്ലം. പറയണ്ടേ, അങ്ങനെ പറയണം. ഇങ്ങോട്ട് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ എന്റെ ചോയ്സ് പറയും. ഓക്കെ, ഹരേ കൃഷ്ണ. അപ്പം ശ്രീരാമചന്ദ്രനെ കുറിച്ചാണ് നമ്മൾ പഠിച്ചുകൊണ്ടിരുന്നത്. ശ്രീരാമചന്ദ്രൻ എന്തിനാണ് ശ്രീരാമചന്ദ്രന്റെ ഒരു പുരുഷനായിട്ട് അല്ലെങ്കിൽ ഒരു രാജാവായിട്ട് എങ്ങനെ അവതരിച്ചു, എന്തിനു വേണ്ടിയിട്ടാണ് നമ്മുടെ മുന്നിൽ പ്രത്യക്ഷപ്പെട്ടത് എന്ന് നമ്മൾ കഴിഞ്ഞ ആഴ്ച പഠിച്ചു. ഏതിനും നമ്മളൊരു ഐഡിയൽ എക്സാമ്പിൾ ആണ് റെഫർ ചെയ്യേണ്ടത്, അല്ലെങ്കിൽ നമുക്ക് ഏതൊരു കാര്യത്തിനും ഒരു റെഫറൻസ് ആവശ്യമാണ്. നമ്മൾ കോർട്ടിൽ പോയാൽ കൂടി, കോടതിയിൽ പോകുമ്പോൾ പോലും ഒരു കേസ് വന്നു കഴിഞ്ഞാൽ പ്രീവിയസ് ജഡ്ജസ് എന്താണ് ഇതിന്റെ സമാനമായ കേസുകളിൽ എടുത്ത നിലപാട് എന്ന് റെഫർ ചെയ്യും. അതുപോലെ നമ്മൾ പഠിക്കുമ്പോഴും ഏത് പഠിച്ചു കഴിഞ്ഞാൽ അല്ലെങ്കിൽ എങ്ങനെ പഠിച്ചു കഴിഞ്ഞാൽ നമ്മൾ വലിയ ഒരു പ്ലാറ്റ്ഫോമിലെത്തും, ഉന്നതമായ പ്ലാറ്റ്ഫോമിലെത്തും. അതും നമ്മൾ പല സ്കോളേഴ്സിനെയും റെഫർ ചെയ്യും. അങ്ങനെ റെഫർ ചെയ്തെങ്കിൽ മാത്രമേ ജീവിതത്തിൽ വിജയമുണ്ടാവുകയുള്ളൂ എന്ന് ശ്രീരാമചന്ദ്ര ഭഗവാൻ നമുക്ക് കാണിച്ചു. നമ്മുടെ കുടുംബ ജീവിതത്തിൽ, ഫാമിലി ലൈഫിൽ, പ്രത്യേകിച്ച് കുട്ടികളുടെ കാര്യത്തിലാണെങ്കിൽ, നിങ്ങളുടെ കാര്യത്തിലാണെങ്കിൽ, നമ്മുടെ സ്റ്റഡി ലൈഫിൽ, ആ സ്റ്റഡി ലൈഫിൽ നമ്മൾ എങ്ങനെ വായിക്കണം, എങ്ങനെ പഠിക്കണം, ആരാകണം എന്നൊക്കെയുള്ള ഒരു ദൃഢനിശ്ചയം നമുക്ക് മനസ്സിലുണ്ടാകണം. അത് വേണമെന്നുണ്ടെങ്കിൽ ഭഗവാന്റെ സഹായം കൂടിയേ തീരും. നമ്മൾ എടുക്കുന്ന ഈ എഫർട്ടിന്, ഞാൻ നേരത്തെ ഒരു കഥ പറഞ്ഞിരുന്നു. അർജുനൻ വലിയൊരു യോദ്ധാവായിരുന്നു. ആ കഥ കേട്ടിട്ടുണ്ടാവും കുറച്ചു പേര്. അർജുനൻ ഒരു ഗ്രേറ്റ് വാരിയർ, വലിയൊരു യോദ്ധാവായിരുന്നു. അപ്പോൾ ഒരു കോമ്പറ്റീഷൻ വന്നു. ആ മത്സരത്തില് മരത്തിന്റെ മുകളിൽ ഒരു പക്ഷിയുണ്ട്. ആ പക്ഷിയെ, ആ മരം നിൽക്കുന്നത് ഒരു തടാകത്തിന്റെ അടുത്താണ്. തടാകം എന്ന് പറയുന്നത് ഇംഗ്ലീഷിൽ എന്താ പറയുന്നത്? ഇംഗ്ലീഷിൽ എന്താണ് ആക്ച്വലി തടാകത്തിന് പറയുന്നത്? ലേക്ക്. ഓക്കെ, അപ്പൊ ഈ ലേക്കിനടുത്താണ് ഈ മരം നിൽക്കുന്നത്. വലിയ മരമാണ്, ടാൾ ട്രീ. അതിന്റെ എക്സ്ട്രീം എൻഡില് ഒരു പക്ഷിയുണ്ട്. ആ പക്ഷിയെ ഈ ലേക്കില് പക്ഷിയുടെ റിഫ്ലക്ഷൻ വരുന്നുണ്ട്. ആ റിഫ്ലക്ഷൻ നോക്കിയിട്ട് ഷൂട്ട് ചെയ്യണം. എത്ര പേർക്ക് പറ്റും? ചെയ്യാൻ പറ്റുമോ? എന്തുകൊണ്ട് ചെയ്യാൻ പറ്റത്തില്ല? ഓക്കെ, ശരി, അത് അവിടെ നിൽക്കട്ടെ. ഓക്കെ, അപ്പൊ അർജുനന്റെ ഗ്രേറ്റ് വാരിയർ ആയതുകൊണ്ട് അർജുനന് ചെയ്യാൻ പറ്റുമെന്ന് പറഞ്ഞു. ഓക്കെ, ശരി. അർജുനന്റെ അടുത്ത് കൃഷ്ണൻ പറഞ്ഞു, അർജുന, നിന്റെ കണ്ണുകൾ ആ പക്ഷിയിൽ മാത്രമായിരിക്കണം, നിന്റെ മനസ്സ് ആ പക്ഷിയിൽ മാത്രമായിരിക്കണം, നിന്റെ വിരലുകൾ ആ പക്ഷിയിൽ മാത്രമായിരിക്കണം. അങ്ങനെ നോക്കി
മറ്റൊന്നും ചിന്തിക്കാതെ ലെഫ്റ്റ് ആൻഡ് റൈറ്റ് ടോപ്പ് ആൻഡ് ബോട്ടം ഒന്നും നോക്കാതെ നേരെ ഷൂട്ട് ചെയ്യാൻ പറഞ്ഞു. അപ്പോൾ നിനക്ക് ആ പക്ഷിയെ അമ്പെയ്തിടാം എന്ന് പറഞ്ഞു. എങ്ങോട്ട് നോക്കിയിട്ട്? മരത്തിൽ നോക്കിയിട്ടാണോ? റിഫ്ലക്ഷൻ നോക്കിയിട്ട്. അപ്പൊ അർജുനൻ ഇങ്ങനെ ചിന്തിച്ചു, ഞാനാണെങ്കിൽ എല്ലാം അറിയുന്ന ആളെയാണ് എന്റെ കൂടെ നിർത്തിയേക്കുന്നത്. ഹീസ് എ ക്രിയേറ്റർ. എന്നിട്ട് അദ്ദേഹം എന്റെ അടുത്ത് പറയുന്നു നീ നേരെ നോക്കണം. പിന്നെ കൃഷ്ണ നീ അങ്ങെന്തിനാണ് എന്റെ കൂടെ ഇരിക്കുന്നതെന്ന് ചോദിച്ചു. ശരിയല്ലേ? ശരിയല്ലേ? ഞാൻ ഈ സ്ക്രീൻ ഷെയർ ചെയ്യുന്നുണ്ട്, എല്ലാവരുടെയും ഫേസ് എനിക്ക് കിട്ടുന്നില്ല കേട്ടോ. ശരിയല്ലേ? അപ്പൊ കൃഷ്ണൻ എന്തായിരിക്കും പറഞ്ഞത്? കൃഷ്ണന്റെ ആദ്യത്തെ ആൻസർ എ സ്മാൾ കോളിനോ സ്മൈൽ, ഒരു ചെറിയൊരു പുഞ്ചിരി മാത്രമായിരിക്കും. അതാണ് കൃഷ്ണൻ. എന്ത് ചെന്ന് പറഞ്ഞു കഴിഞ്ഞാലും ആദ്യത്തെ ആൻസർ ചെറിയൊരു ചിരിയിൽ ഒതുക്കും. പിന്നെ രണ്ടാമത് വീണ്ടും ചോദിച്ചു കഴിഞ്ഞാൽ മാത്രമേ കൃഷ്ണൻ സംസാരിക്കുള്ളൂ. ഒരു വിദ്വാന്റെ ലക്ഷണവും കൂടിയാണ്. എടുത്തിയാടി ഒന്നും ആരോടും സംസാരിക്കത്തില്ല. ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് മാത്രമേ ആൻസർ പറയത്തുള്ളൂ. ആൻസർ സബ്ജക്റ്റീവ് ആയിരിക്കും. ഞാൻ ചോദിക്കുകയാണ്, രാഹുലിന്റെ അടുത്ത് ഞാൻ ചോദിക്കുകയാണ് എവിടെയാ വീടെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എന്ത് പറയും? ഷാർജയിലാണെന്ന് പറയും. ഷാർജയിലാണ്. ഓക്കെ, ശരി. അക്ഷരന്റെ അടുത്ത് ചോദിച്ചു കഴിഞ്ഞാൽ എന്ത് പറയും? ദുബായിലാണ്. ശരി. ഋഷികേശ് ആണെങ്കിൽ എന്ത് പറയും? എവിടെയാണെന്ന് ചോദിച്ചാൽ പറയും? ഓക്കെ, അഭിനവ് എന്ത് പറയും? എല്ലാവരുടെയും ആൻസർ ശരിയാണ്. തെറ്റായ ആൻസർ കൂടുതൽ വന്നില്ല. ചിലരെന്ത് പറയും? എനിക്ക് ഇന്നാളുടെ വീട് അറിയാമല്ലോ, അല്ലെങ്കിൽ ഇപ്പം ഞാൻ പറയും അഭിനവന്റെ വീട് അറിയാമല്ലോ. അപ്പം അഭിനവ് പറയും അഭിനവിന്റെ വീടിന്റെ അവിടെ വരെ പോണ്ട, അതിനപ്പുറത്തെ വീടാണെന്ന് പറയും. അത് ശരിയായ ആൻസർ ആണോ? അല്ല. ചോദിക്കുന്ന ചോദ്യത്തിന്റെ ആൻസർ നമുക്ക് കൃത്യമായി വിസിബിൾ ആയിരിക്കണം. ഞാൻ ചോദിച്ചത് അഭിനവിന്റെ വീടല്ല. ഞാൻ രണ്ടാമത് ചോദിക്കുമ്പോഴാണ് ലാൻഡ്മാർക്ക് എന്താണ്, എവിടെ വന്നിട്ട് വരണം എന്നൊക്കെ ചോദിക്കുമ്പോൾ മാത്രമേ ഈ പറഞ്ഞ ആൻസർ പറയാവൂ. മനസ്സിലായില്ലേ? അപ്പം നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾ സബ്ജക്റ്റീവ് ആയിരിക്കണം. അതായത് ഒന്നുകൂടെ എക്സാമ്പിൾ പറഞ്ഞാൽ യെസ് ഓർ നോ ക്വസ്റ്റ്യൻ ആൻസർ ഉണ്ട്. അതിൽ യെസ് അല്ലെ നോ മാത്രമേ ഓപ്ഷൻ ഉള്ളൂ. കൂടുതൽ അവിടെ എക്സ്പ്ലനേഷൻ കൊടുത്തു കഴിഞ്ഞാൽ മാർക്ക് കിട്ടുമോ? മാർക്ക് കിട്ടത്തില്ല. അപ്പം നമ്മള് എല്ലാ കാര്യങ്ങളും വളരെ സബ്ജക്റ്റീവ് ആയിരിക്കണം. കുറച്ച് മാത്രമേ സംസാരിക്കത്തുള്ളൂ. ചോദിക്കുന്ന കാര്യങ്ങൾ മാത്രം സംസാരിക്കും. അല്ലാതെ എന്ത് പറഞ്ഞു കഴിഞ്ഞാലും നമ്മൾ മിണ്ടിക്കൊണ്ടേയിരിക്കും. അത് പാടില്ല. എങ്കിൽ മാത്രമേ നമ്മൾ കാര്യങ്ങൾ ഫോക്കസ് ചെയ്യാൻ പറ്റത്തുള്ളൂ. അപ്പൊ ശ്രീരാമചന്ദ്ര ഭഗവാൻ കൃഷ്ണൻ അവൻ ഒന്ന് ചിരിച്ചു. കൃഷ്ണൻ ചിരിച്ചിട്ട് അർജുനനോട് പറഞ്ഞു, ഞാൻ പറഞ്ഞ കാര്യങ്ങൾ നീ കൃത്യമായി ചെയ്യും. അപ്പോൾ
ഈ റിഫ്ലക്ഷനിൽ നോക്കിയാണ്. അപ്പം ആ ജലത്തിന് വേവ്സ് ഉണ്ടാകാൻ പാടില്ല, അത് നിന്റെ കയ്യിലല്ല. ഈ ജലത്തിന് തരംഗങ്ങൾ, വേവ്സ് ഇല്ലേ, കാറ്റടിക്കുമ്പോൾ ഉണ്ടാവില്ലേ, അത് നിന്നെ കൊണ്ട് നിശ്ചലമാക്കാൻ പറ്റത്തില്ല, അത് നിന്നെ കൊണ്ട് കൺട്രോൾ ചെയ്യാൻ പറ്റത്തില്ല. അപ്പം നിനക്ക് കഴിയാത്തത് ഞാൻ നിനക്ക് ചെയ്തു തരാം, അപ്പോൾ നിന്റെ എഫർട്ട് സക്സസ്ഫുൾ ആവും. ഓക്കെ, ശരിയല്ലേ? അതായത് നമ്മള് പഠിക്കുമ്പോൾ നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾ സക്സസ് ആകാൻ വേണ്ടിയിട്ട് മറ്റു ചില കാര്യങ്ങളുണ്ട്, അത് നമ്മളുടെ കയ്യിലല്ല. അതിനെ കൺട്രോൾ ചെയ്യാൻ ഭഗവാന് മാത്രമേ പറ്റത്തുള്ളൂ. അതുകൊണ്ടാണ് നമ്മൾ നമ്മുടെ ഡ്യൂട്ടി ചെയ്യുകയും അതിനെ ഭഗവാനിൽ സമർപ്പിക്കുകയും ചെയ്യുമ്പോൾ മാത്രമേ ഭഗവാന്റെ റോൾ അവിടെ വരത്തുള്ളൂ. ഇല്ലെന്നുണ്ടെങ്കിൽ നമ്മൾ വലിയൊരു കോമ്പറ്റീഷന് പോയി. ഓക്കെ, സിവിൽ സർവീസിന് തന്നെ പോയിക്കൊണ്ടെന്ന് ഇരിക്കട്ടെ, ആദ്യത്തെ 10 റാങ്കിൽ വരണം. എല്ലാവരും ആദ്യത്തെ 10 റാങ്കിൽ വരാനാണ് പ്രിപ്പയർഡ് ആയിട്ട് വരുന്നത്, സത്യമല്ലേ? ഇല്ലേ? എല്ലാവരും 10th റാങ്കില് വിത്തിൻ 10th എനിക്ക് വരണം എന്ന് വിചാരിച്ചിട്ടാണ് വരുന്നത്. അപ്പൊ നമ്മളെല്ലാം മാക്സിമം പഠിച്ചിട്ടാണ് വരുന്നത്. പക്ഷെ നമുക്കറിയാം 100 പേരുണ്ടെങ്കിൽ 10 പേര് മാത്രമേ ലിസ്റ്റിൽ എടുക്കത്തുള്ളൂ. ആ 10 പേരില് പിന്നെന്താ നമ്മൾ ചിന്തിക്കുന്നത്, 10 പേരിൽ എങ്ങനെ വരാം, ഇല്ലേ? ആ 10 പേരില് വരാൻ വേണ്ടിയിട്ട് ഒരു മാജിക് അവിടെ ആവശ്യമാണ്. കാര്യം എല്ലാവരും 100% മാർക്കായിരിക്കും വാങ്ങിക്കുന്നത്. എല്ലാവരും 100% മാർക്ക് വാങ്ങിക്കാൻ വേണ്ടിയിട്ടാണ് അവിടെ വരുന്നത്. അപ്പോൾ എന്ത് ചെയ്യും? അവിടെയാണ് ഭഗവാന്റെ റോള് വരുന്നത്. അപ്പോ അതുകൊണ്ടാണ് നമ്മൾ ഭഗവാനെ വിളിക്കണം എന്ന് പറയുന്നത്. ഓക്കെ, ശരി. ഇനി കൃഷ്ണനെ എന്തിനാ വിളിക്കുന്നത്? വേറെ ആരെങ്കിലും വിളിച്ചുകൂടെ? ഈ ക്വസ്റ്റ്യൻ എത്ര പേർക്കുണ്ട്? ഫ്രീ ആയിട്ട് പറയാം, ഈ ക്വസ്റ്റ്യൻ എത്ര പേർക്കുണ്ട്? എന്തോ അവിടെ അർച്ചന പറയുന്നുണ്ട്, ചോദിച്ചോളൂ. എന്ത് ഡൗട്ട്? അർച്ചന ഒന്നുമില്ല അല്ലേ? ഓക്കെ, എല്ലാ അച്ഛന്മാരും അമ്മമാരും ഹൈഡായി. സാധാരണയില് മനോജിയും എല്ലാം ഹൈഡായി. തീർത്ത് 100% കൺവേർട്ട് ആയി അല്ലേ ചിൽഡ്രൻസ് ക്ലാസ് എന്നുള്ളത്? നമ്മുടെ ഫാമിലി കുറച്ച് വലുതായതുകൊണ്ടേ നമ്മള് ക്യാമറയിൽ കംപ്ലീറ്റ് ഒതുങ്ങുന്നില്ല. സുഖമില്ല, ഹോസ്പിറ്റലിലാണ്. എന്തു പറ്റി? ഐസിയുയിലാണ്. ആർക്ക്? അച്ഛന്. അച്ഛന്. ഓക്കെ, അച്ഛന് ഐസിയുയിലാണ് അല്ലേ? എന്ന്? ഇന്നലെ രാത്രി. ഇന്നലെ രാത്രി. ഇപ്പൊ എങ്ങനുണ്ട്? ഐസിയു തന്നെയാണോ? മനോജ് പോകാൻ നോക്കുന്നുണ്ടോ അതോ? ഐസിയുയിൽ തന്നെയാണ്. ഇതുവരെ ഡോക്ടർ ഒന്നും പറഞ്ഞിട്ടില്ല. അതിനുവേണ്ടി വെയിറ്റ് ചെയ്യാം. ഞാൻ ഇപ്പൊ ഫോൺ വിളിച്ചോണ്ടിരിക്കുന്നേ ഉള്ളൂ. ഓക്സിജൻ കുറഞ്ഞു, അതാ പ്രശ്നം. ഓക്കെ, നമുക്ക് കണ്ടിന്യൂ ചെയ്യുന്നതിന് മുമ്പിട്ട് മനോജിയുടെ അച്ഛന് വേണ്ടിയിട്ട് നമുക്ക് 3 പ്രാവശ്യം ഹരേ കൃഷ്ണ മഹാമന്ത്രം ജപിക്കാം. ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ ഹരേ ഹരേ, കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ രാമ ഹരേ ഹരേ. മനോജിയുടെ അച്ഛന്
ഭഗവാന്റെ എല്ലാ കാരുണ്യവും ഉണ്ടാകട്ടെ എന്ന് ഇവിടെ നമ്മൾ പ്രാർത്ഥിക്കുന്നു. ഹരേ കൃഷ്ണ. നമ്മൾ കൃഷ്ണനെ എന്തുകൊണ്ടാണ് കൃഷ്ണന്റെ അടുത്ത് പറയുന്നതെന്ന് ചോദിച്ചു. ഫസ്റ്റ് ഓഫ് ആള് എല്ലാവർക്കും കൃഷ്ണനെ ഭയങ്കര ഇഷ്ടമാണ്. കൃഷ്ണൻ എപ്പോഴും ചിരിച്ചുകൊണ്ടായിരിക്കുന്നു. നമ്മുടെ ഒരു ഫ്രണ്ട്ലി മാനറാണ്. നമ്മൾ എപ്പോഴും നമ്മുടെ സുഹൃത്തിനോടല്ലേ നമ്മുടെ കാര്യങ്ങൾ പറയത്തുള്ളൂ. നമ്മുടെ ഇന്റിമേറ്റ് ഫ്രണ്ടിനോട് നമ്മളെല്ലാം പറയും അല്ലെ. അച്ഛനോടും അമ്മയോടും പറയാത്ത കാര്യങ്ങൾ പോലും നമ്മുടെ ഇന്റിമേറ്റ് ഫ്രണ്ടിനോട് പറയും. കൃഷ്ണ ഈസ് അവർ ഇന്റിമേറ്റ് ഫ്രണ്ട്. അതുകൊണ്ടാണ് കൃഷ്ണനെ വിളിക്കാൻ പറഞ്ഞത്. ഇനി രണ്ടാമത്തെ കാര്യം കുറച്ച് ഫിലോസഫിയാണ്. ഫസ്റ്റ് നമ്മൾ പറഞ്ഞു കൃഷ്ണൻ എപ്പോഴും ചിരിച്ചുകൊണ്ടിരിക്കുന്നയാളാണ്. കൃഷ്ണ ആളെപ്പോഴും ഫ്രീ ആണ്, കാണാൻ നല്ല ബ്യൂട്ടിയാണ്, നല്ലൊരു ഫ്രണ്ടാണ്. അപ്പം ഇന്റിമേറ്റ് ഫ്രണ്ടിനോടെ നമ്മൾ കാര്യങ്ങൾ എപ്പോഴും നമ്മുടെ കാര്യം പറയത്തുള്ളൂ. ഇനി അടുത്ത ഫിലോസഫി പറയുന്നത് ഒരാള് എന്ത് പറയുന്നു അത് സത്യമാണെങ്കിൽ മാത്രമേ ആ ആളിനോട് നമുക്ക് ട്രസ്റ്റ് ഉണ്ടാവുകയുള്ളൂ. ശരിയല്ലേ? പറയുന്ന കാര്യം തെറ്റാണെങ്കിൽ ട്രസ്റ്റ് ഉണ്ടാവുമോ? ട്രസ്റ്റ് ഉണ്ടാവത്തില്ല. അപ്പോൾ കൃഷ്ണ ഒരുപാട് കാര്യങ്ങൾ പറയുന്നുണ്ട്. അതിലെ ചെറിയൊരു എക്സാമ്പിൾ പറയാം. അതവിടെ നിൽക്കട്ടെ. ലെറ്റേഴ്സില് ഏതാണ് ഫസ്റ്റ് ലെറ്റർ? അതിന് ഇത്രയും ആലോചിക്കണമായിരുന്നു. അഭിനവ് ചോദിക്കുന്ന അനബി എടുത്ത് ഏതാണെന്ന് അല്ലേ? പിന്നെ പറയാൻ പറഞ്ഞതാ. ഓക്കെ, ഇതിലാർക്കെങ്കിലും ഡൗട്ട് ഉണ്ടോ? അറബി എത്ര പേര് പഠിക്കുന്നുണ്ട്? അറബിക് ലാംഗ്വേജ്. ഓക്കെ, അതിനകത്തെ ലെറ്റർ ഏതാണ്? സംസ്കൃതം ആർക്കെങ്കിലും പഠിക്കുന്നുണ്ടോ? ഞാൻ പഠിക്കുന്നുണ്ട്. ഓക്കെ, അതിനകത്തെ ലെറ്റർ ഏതാണ്? അപ്പോൾ അതെന്താ എല്ലാം എത്ര ലാംഗ്വേജ് ഉണ്ട് നമുക്ക്. എല്ലാ ലാംഗ്വേജിനും എന്തുകൊണ്ട് ആ തന്നെ വന്നത് ആദ്യം? That is a question. എന്തുകൊണ്ട് അങ്ങനെ വന്നു? അതെ, എന്റെ എല്ലാ ലാംഗ്വേജിലും ആയാണ് ഫസ്റ്റ് ലെറ്റർ. പക്ഷെ ഈ ലാംഗ്വേജ് എല്ലാം ഉണ്ടാക്കിയത് ഡിഫറെന്റ് കൺട്രീസിലും ഡിഫറെന്റ് ആൾക്കാരാണ്. പിന്നെന്തുകൊണ്ട് ആ ആദ്യം വന്നു? പ്രഭു പ്രഭു ഞാൻ പറയട്ടെ. ഗസ്സാ, ഉറപ്പില്ല. അമ്മയാണ് നമ്മുടെ ആദ്യത്തെ ദൈവം. അപ്പൊ അമ്മയുടെ ആ എനിക്കോ എല്ലാത്തിനകത്തും സ്റ്റാർട്ടിങ് എനിക്കാണ്. അത് മലയാളം ലാംഗ്വേജിൽ ഓക്കെ. മമ്മി എന്ന് വിളിക്കുന്നവരെന്ത് പറയും? മമ്മ എന്ന് വിളിക്കുന്നവരെന്ത് പറയും? ഗുഡ് തിങ്കിങ്, വെരി ഗുഡ്, അപ്രീഷിയേറ്റ് ചെയ്യും. ഓക്കെ, അടുത്തത് ഇനി ആർക്കും ഇതേപോലെ പറയാൻ ആൻസർ ഉണ്ടോ? രാഹുൽ ഒന്നും പറഞ്ഞില്ല. പ്രഭു, ഞാൻ വേറെ ഒരു കേസ് പറഞ്ഞോട്ടെ. ഓ, പറഞ്ഞു. രണ്ട് കേസ് പറയാൻ പാടില്ല. പറഞ്ഞു. എന്താ അത് നമ്മുടെ നേരത്തെ ഈ ലാംഗ്വേജസിന് നേരത്തെ വന്ന നമ്മുടെ ദേവഭാഷയല്ലേ സാൻസ്ക്രിറ്റ്. സാൻസ്ക്രിറ്റിനകത്തുള്ള ആദ്യത്തെ ലെറ്റർ ആ അല്ലേ? അപ്പൊ ആ ആയിന് എന്താ ഇംഗ്ലീഷിനകത്തും മലയാളത്തിനകത്തും ഹിന്ദിനകത്തും എല്ലാം ആയിട്ട് ഒറിജിനൽ ആയിട്ട് വെച്ചായിരിക്കും. ഓക്കെ, വേണമെന്നുണ്ടെങ്കിൽ അങ്ങനെ പറയാം. അവര് റെഫർ ചെയ്തെന്ന് പറയാം. ഓക്കെ, വേറൊരു അർത്ഥത്തിൽ പറഞ്ഞു കഴിഞ്ഞാല് അത് ശരിയാണ്. ഞാൻ പറയാൻ വരുന്ന ആൻസർ അതല്ല. പക്ഷെ ഇതിനെ ഞാൻ ജസ്റ്റിഫൈ ചെയ്യാം. അതായത് യൂറോപ്യൻ ലാംഗ്വേജിന്റെ മദർ ലാംഗ്വേജ്
യൂറോപ്യൻ ലാംഗ്വേജസിന്റെ മദർ ലാംഗ്വേജ് സംസ്കൃതമാണ്. ഓക്കെ, ഇത് ഞാൻ പറയുന്നതല്ല, ഇത് പറഞ്ഞത് നോട്ട് ചെയ്തോളൂ. വില്യം ഡുറന്റ്, എഴുതി വെച്ചോളൂ. വില്യം ഡുറന്റ്. അദ്ദേഹം നല്ലൊരു റൈറ്റർ ആയിരുന്നു. അദ്ദേഹത്തിന്റെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു സ്ക്രിപ്ചർ ആണ് ദ സ്റ്റോറി ഓഫ് സിവിലൈസേഷൻ. പ്രഭു ആ പേര് ഒരു പ്രാവശ്യം കൂടെ ഒന്ന് പറയാമോ? വില്യം, WILLIAM, വില്യം ഡുറന്റ്, DURANT, വില്യം ഡുറന്റ്. വില്യം ഡൂറന്റ് ആണ്. അദ്ദേഹത്തിന്റെ ഏറ്റവും ഫേമസ് സ്ക്രിപ്ചർ ആണ് ദ സ്റ്റോറി ഓഫ് സിവിലൈസേഷൻ. അതിൽ നോട്ട് ചെയ്തോ? വില്യം ഡൂറന്റ്, ദ സ്റ്റോറി ഓഫ് സിവിലൈസേഷൻ. അതില് അദ്ദേഹം പറയുന്നു, ഇന്ത്യ വാസ് ദ മദർലാൻഡ് ഓഫ് അവർ റൈസ് and Sanskrit the mother of European languages. She was the mother of our philosophy, of our mathematics, of the ideals embodied in Christianity. Okay? William Durant, the story of civilization ile പറയുന്നതാണ്. ഒന്നുകൂടെ ഞാൻ പറയാം. ഇന്ത്യ വാസ് ദ മദർ ലാൻഡ് ഓഫ് അവർ റേസ് ആൻഡ് സംസ്കൃത മദർ ഓഫ് യൂറോപ്യൻ ലാംഗ്വേജസ്. ഷീ വാസ് ദ മദർ ഓഫ് അവർ ഫിലോസഫി, ഓഫ് അവർ മാത്തമാറ്റിക്സ്, ഓഫ് ദ ഐഡിയൽസ് എംബഡീഡ് ഇൻ ക്രിസ്ത്യാനിറ്റി. ഓക്കെ, താങ്ക് യു. ഇതൊക്കെ ശരിയാണ്, എങ്കിലും ഇതിനെ നമുക്ക് ബ്രേക്ക് ചെയ്യാം. നോ 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 നോ, ഐ വിൽ ബ്രേക്ക് ദിസ് വൺ. ഐ വിൽ ക്രിയേറ്റ് സം അതർ ലെറ്റർ എന്ന് പറഞ്ഞുകൂടി ആർക്കെങ്കിലും. പക്ഷേ 5750 വർഷങ്ങൾക്ക് മുൻപ്, ബിഫോർ 5750 years, 5750 വർഷങ്ങൾക്ക് മുമ്പ് ഒരേ ഓതറൈസ്ഡ് ആയിട്ട് ഒഫീഷ്യൽ സ്റ്റേറ്റ്മെന്റ് ഇറക്കി. ആ സ്റ്റേറ്റ്മെന്റ് പിന്നെ ആർക്കും ബ്രേക്ക് ചെയ്യാൻ പറ്റിയിട്ടില്ല. അക്ഷരങ്ങളിൽ ആ എന്ന അക്ഷരമാണ് ഫസ്റ്റ് എന്ന ഒരു സ്റ്റേറ്റ്മെന്റ് 5750 വർഷങ്ങൾക്ക് മുമ്പ് ഒരാൾ കൊടുത്തു കഴിഞ്ഞാൽ, അതിനുശേഷം വന്ന ഒരു ലാംഗ്വേജിനും അത് മാറ്റാൻ പറ്റിയില്ലെങ്കിൽ ആ ആള് നമ്മുടെ വിശ്വസ്തനല്ലേ? അല്ലേ? എല്ലാരും മൈക്ക് ഓൺ ചെയ്ത് വെച്ചോളൂ, അല്ലേ? അതെ. അപ്പൊ ആരാണ് ട്രൂ സ്റ്റേറ്റ്മെന്റ് പറയുന്നത്, അവരെയാണ് നമുക്ക് വിശ്വസിക്കേണ്ടത്. ശരിയല്ലേ? അപ്പൊ ഈ 5750 വർഷങ്ങൾക്ക് മുമ്പ് അക്ഷരങ്ങളിൽ ആദ്യത്തെ അക്ഷരം ആ ആണ് എന്ന് പറഞ്ഞത് ആര്? ആര്? വിഷ്ണു ഭഗവാനാണ്. ഭഗവത്ഗീതയില് 10ാമത്തെ ചാപ്റ്ററില് 33ാമത്തെ ശ്ലോകം 10.33 പറയുന്നു, അക്ഷരാണാം അകാരാസ്മി. ശ്രീമദ് ഭാഗവതത്തെ ഭഗവത്ഗീതയാണോ? ഭഗവത്ഗീത 10th chapter 33rd ശ്ലോകം. ഭഗവത്ഗീത 10th chapter 33rd ശ്ലോകം. അക്ഷരാണാം അകാരാസ്മി
ദ്വന്ദ്വ സാമാസികസ്യ ച അഹമേവാക്ഷയ കാലോ സാധാകം വിശ്വതോ മുഖഃ. ഈ ശ്ലോകം ബൈഹേർട്ട് ചെയ്യാനുള്ളതാണ്. ഓക്കെ, അക്ഷരങ്ങളിൽ അകാരവും സമാസങ്ങളിൽ ദ്വന്ദ്വ സമാസവുമാണ് ഞാൻ. അനവസാനമായ കാലവും സൃഷ്ടികർത്താക്കളിൽ ബ്രഹ്മാവുമാണ് ഞാൻ. ഓഫ് ലെറ്റേഴ്സ് ഐ ആം ദ ലെറ്റർ എ and among compounds I am the dual word. What is dual word? Dual word എന്ന് പറഞ്ഞാൽ എന്താണ്? dual word ന്റെ എക്സാമ്പിൾ പറഞ്ഞേ. ഭഗവത്ഗീത പഠിക്കാൻ വന്നിട്ട് വേറെ എന്തൊക്കെയാ പഠിക്കുന്നത് അല്ലേ? ഒരു വേർഡിന് രണ്ട് അർത്ഥം. ടു വേർഡ്സിനെയാണ് ദ്വന്ദ്വ സമാസം എന്ന് പറയുന്നത്. ഇപ്പോൾ അചൽ കൃഷ്ണൻ, അഭിനവ് മനോജ്, ആകാശ് വിനോദ്, അങ്കിരസ് മുരളി, രാഹുൽ പുഷ്പൻ, ഇതെല്ലാം രണ്ട് വേർഡാണ്. ഇതിനെയാണ് ദ്വന്ദ്വ സമാസം എന്ന് പറയുന്നത്. ഈ വേർഡ് പറഞ്ഞിരിക്കുന്നത് ആരാണ്? കൃഷ്ണനാണ് ആദ്യം യൂസ് ചെയ്തത് ദ്വന്ദ്വ സമാസം. അപ്പം അക്ഷരാണ ഓഫ് ലെറ്റേഴ്സ് അകാര ദ ഫസ്റ്റ്, ആസ്മി അകാര ദ ഫസ്റ്റ്, ആസ്മി അയാം, ദ്വന്ദ്വ ഡുവൽ, സമീക്ഷ്യ കോമ്പൗണ്ട്സ്, ച ആൻഡ് അഹം അയാം, ഏവ certainly, അസ്യ eternal, കാല ടൈം, ധാത ക്രിയേറ്റർ, അഹം അയാം, വിശ്വതോ മുഖം ബ്രഹ്മ. നമ്മുടെ എല്ലാം ക്രിയേറ്റർ ബ്രഹ്മാവാണ്. ബ്രഹ്മാവിൽ നിന്നാണ് ജനിച്ചത്. ഈ ബ്രഹ്മാവിനെ ജനിപ്പിച്ചതും ബ്രഹ്മാവിനെ ക്രിയേറ്റ് ചെയ്തത് ഭഗവാനാണ്. അപ്പം ഇതിന്റെ ഇംഗ്ലീഷ് മീനിങ് ആർക്ക് വായിക്കാം? ഞാൻ വായിക്കട്ടെ. Of letters I am the letter A, and among compound words I am the dual compound. I am also inexhaustible time. And of creators I am Brahma. ഓക്കെ, അതിന്റെ പർപ്പട്ട് ആര് വായിക്കും ഇംഗ്ലീഷില്? ഓക്കെ. Akara, the first letter of Sanskrit alphabet, is the beginning of the Vedic literature. Without Akara, nothing can be sounded. Therefore, it is the beginning of sound. In Sanskrit, there are also many compound words, which of which the dual word, like Rama Krishna, is called Dvandva. In this compound, the words Rama and Krishna have the same form, and therefore the compound is called dual. Among all kinds of killers, time is ultimate because time kills everything. Time is the representative of Krishna because in due course of time there will be a great fire and everything will be annihilated. Among the living entities who are creators, Brahma, who has 4 heads, is the chief. Therefore, he is the representative of the Supreme Lord Krishna. ഇതിന്റെ മലയാളം ആർക്ക് വായിക്കാൻ പറ്റും? ഓക്കെ, വായിച്ചോളൂ. വായിച്ചോളൂ. ഞാൻ എടുക്കട്ടെ, വായിച്ചോളൂ. എന്താ പറഞ്ഞത്? മലയാളം ഗീത എടുക്കാൻ പോയതാ. ഓക്കെ ഓക്കെ. രാമായണത്തിലോട്ട് പോകുന്നതിന് മുമ്പിട്ട് ഭഗവതി എടുത്തു തീർത്തത് പിന്നീട് കുട്ടികൾ ഉറങ്ങാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. വിവർത്തനവും ഭാവാർത്ഥവും വായിക്കുന്നു.
വിവർത്തനം. അകാരവും ഉറക്കെ വായിക്കണം. അക്ഷരങ്ങളിൽ അകാരവും സമാസങ്ങളിൽ ദ്വന്ദ്വ സമാസവുമായ ആണ് ഞാൻ. അന്വസാനമായ കാലവും സൃഷ്ടികർത്താക്കളിൽ ബ്രഹ്മാവും ഞാനാണ്. ഹരേ കൃഷ്ണ. വിവർത്തനം മുതിർന്നവർക്ക് ആർക്കെങ്കിലും വായിക്കാൻ പറ്റുമോ? അമ്മ. ഓക്കെ, വായിച്ചോളൂ. ഭാവാർത്ഥം. ആ, സംസ്കൃത അക്ഷരമാലയിൽ ഒന്നാമത്തെ അക്ഷരമാണ് അകാരം. വൈദിക സാഹിത്യം അതിൽ നിന്ന് ആരംഭിക്കുന്നു. അകാരം ഉൾപ്പെടാത്ത ശബ്ദമില്ല. ശബ്ദത്തിന്റെ ഉദ്ഭവം അതിലാണെന്ന് പറയാം. ദ്വന്ദ്വമാസങ്ങൾ പലതും സംസ്കൃതത്തിലുണ്ട്. ഉദാഹരണം രാമകൃഷ്ണ എന്ന പദം. ഇതിൽ രാമ, കൃഷ്ണ എന്നീ പദങ്ങൾ ഏകീഭവിക്കുന്നത് കൊണ്ടാണ് ദ്വന്ദ്വ സമാസം എന്ന പേർ പറയുന്നത്. എല്ലാ കൊലയാളികളിലും വെച്ച് ഏറ്റവും പ്രാധാന്യം കാലത്തിനാണ്. കാരണം എല്ലാത്തിനെയും ഹനിക്കുന്നു. കാലം കൃഷ്ണന്റെ പ്രതിപുരുഷനാണ്. കാലക്രമേണ അഗ്നിപ്രളയം ഉണ്ടാവുകയും എല്ലാം നശിപ്പിക്കപ്പെടുകയും ചെയ്യും. സൃഷ്ടാക്കളായ ജീവാത്മാക്കളിൽ ചതുർമുഖനായ ബ്രഹ്മാവാണ് മുഖ്യൻ. തന്മൂലം അദ്ദേഹം പരമപുരുഷനായ കൃഷ്ണന്റെ ഒരു പ്രതിനിധിയാണ്. ഹരേ കൃഷ്ണ. നമുക്ക് ഇനി ഇത് റിപ്പീറ്റ് ചെയ്യാം. ഓക്കെ. അക്ഷരാണാം അകാരോ അസ്മി. അക്ഷരാണാം അകാരോ അസ്മി. ദ്വന്ദ്വസാമാസികസ്യ ച. ദ്വന്ദ്വസാമാസികസ്യ ച. അക്ഷരാണാം അകാരോ അസ്മി. ദ്വന്ദ്വസാമാസികസ്യ ച. അഹമേ അക്ഷയ കാലോ. അഹമേവ അക്ഷയ കാലോ. താതാഹം വിശ്വതോ മുഖഃ. താതാഹം വിശ്വതോ മുഖഃ. അക്ഷരാണാം അകാരോ അസ്മി. ദ്വന്ദ്വസാമാസികസ്യ ച. അഹമേവാക്ഷയ കാലോ. താതാഹം വിശ്വതോ മുഖഃ. അക്ഷരാണാം അകാരോ അസ്മി. ദ്വന്ദ്വസാമാസികസ്യ ച. അഹമേവാക്ഷയ കാലോ. താതാഹം വിശ്വതോ മുഖഃ. ആർക്ക് വായിക്കാം? ആദ്യം കണ്ടു വായിച്ചാൽ മതി. ആർക്ക് വായിക്കാം? ബൈഹേർട്ട് ചെയ്തിട്ട് അടുത്ത ആഴ്ച വോയിസ് ക്ലിപ്പ് ഇടണം. ഓക്കെ. ആർക്ക് വായിക്കാം? ഫസ്റ്റ് ഞാൻ വായിക്കാം. ആ. അക്ഷരാണാമകാരോസ്മി. ദ്വന്ദ്വഃ സമാസികസ്യ ച. അഹമേവാക്ഷയാകാലോ. താദഹം വിശ്വതോ മുഖഃ. കറക്റ്റ്. അടുത്ത ആർക്ക് വായിക്കാം? ഓക്കെ. ഞാൻ സ്ക്രീനിൽ നോക്കിക്കഴിഞ്ഞാൽ സ്ക്രീനിലെ നമ്പർ ക്രമത്തിൽ ഞാൻ അങ്ങോട്ട് പറയും. ഓക്കെ. അപ്പോൾ ഞാൻ പറയാം. രാഹുൽ. അക്ഷരമാണ് അകാരോസ്മി.
द्वन्द्वसामसिकस्य च सामासिकस्य च अहमेव अक्षयकालो दादहं विश्वतोमुखः. Very good, very good. Abhinav. अक्षराणाम् अकारोऽस्मि द्वन्द्वसामासिकस्य च अहम् एव क्षयकालो दादाहं विश्वतोमुखः. Avarnesh. अक्षराणामकारोऽस्मि द्वन्द्वसामसिकस्य च अहम् एव क्षयकालो धातहं विश्वतोमुखः. Rishikesh. अक्षराणामकारोऽस्मिन् द्वन्द्वः सामसिकस्य चाहमेव Ahamevakshayakaalo क्षयकालो दातहं विश्वतोमुखः. Very good. Okay. Akash, Archana. Aksharanam akaro asmi द्वन्द्व सामासिकस्य च अक्षराणाम् अकारो अस्मि द्वन्द्व सामासिकस्य च अक्षराणाम् among the letters अक्षराण अकारो ये the letter A asmi I am. So Aksharanam akaro asmi, of letters I am the letter A. Pinnata varthathu Dvandva samasigasya ja. Dvandva samas means compound words. Among the compound words I am the dual sound. Among the compound words I am the dual sound. Aksharanam akaro asmi. One minute. Aksharanam akarasmi dvandva samasiyasya cha. Next in the ahamevakshayakalo. Ahameva. Make mute on. Ahameva akshayakalo आधाहम विश्वतो मुखः अत्रേ ഉള്ളൂ അഹമേവാക്ഷയക്കാലോ താദാഹം വിശ്വതോ മുഖഃ. ഇവിടെ പറഞ്ഞത് I am also inexhaustible time and of creator I am Brahma. അതായത് അനവസാനമായ കാലം, കാലം ഒരിക്കലും അവസാനിക്കുന്നില്ല. ടൈം ഈസ് ആൾവേസ് എക്സിസ്റ്റിംഗ്. കറക്റ്റ് അല്ലേ? ആ കാലവും ഞാനാണ്. നെക്സ്റ്റ് അച്ഛൻ അച്ഛൻ ഹരേ കൃഷ്ണ.
ആദിത്യ ഹരേ കൃഷ്ണ എല്ലാമോ? അക്ഷരാണാം അഹാരോസ്മി ദ്വന്ദ്വസാമാസികസ്യ ച അഹമേവാക്ഷയ കാലോ താദാഹം വിശ്വതോ മുഖഃ. അചൽ ഹരേ കൃഷ്ണ കേൾക്കുന്നുണ്ടോ? ചൊല്ലിക്കോളൂ, ശ്ലോകം ചൊല്ലുള്ളൂ. അക്ഷരാണാം അകാരാസ്മി ദ്വന്ദ്വസാമാസികസ്യ ച അഹമേവാക്ഷയ കാലോ അക്ഷയ കാലോ താദാഹം വിശ്വതോ മുഖഃ. ഹരേ കൃഷ്ണ. ഇത്രയേ ഉള്ളൂ. അക്ഷരാണാം അകാരോസ്മി താദാഹം അക്ഷരാണാം അകാരോസ്മി ദ്വന്ദ്വസാമാസികസ്യ ച അഹമേവാക്ഷയ കാലോ താദാഹം വിശ്വതോ മുഖഃ. അനവി അക്ഷരാണാം അകാരോ അസ്മി ദ്വന്ദ്വസാമാസികസ്യ ച ദ്വന്ദ്വസാമാസികസ്യ ച സാമാസിക അസ്യ ച അഹമേവ അക്ഷയകാലോ താദാഹം വിശ്വതോ മുഖഃ. രാഖി രാശി അക്ഷരാണാം ഹരേ കൃഷ്ണ. ഇനി മുതിർന്നവര് ചെല്ലാത്തവരാരുണ്ട്? ചൊല്ലിക്കൊടുക്കട്ടോ. ടൈം കൗണ്ട് ഡൗൺ തുടങ്ങിയ അക്ഷരാണാമകാരോസ്മി ദ്വന്ദ്വസമാസികസ്യ ച അഹമേവാക്ഷയകാലോ താദാഹം വിശ്വതോ മുഖഃ. വെരി ഗുഡ്. അടുത്തത് അക്ഷരാണാമകാരോസ്മി ദ്വന്ദ്വസമസികസ്യ ച അഹം ഏവാക്ഷയ കാലോ ധാതാഹം വിശ്വതോ മുഖഃ. വെരി ഗുഡ്. അടുത്തത് ഇനി ആരാ ചെല്ലാനുള്ളത്? അഭിനവ്, ഇനി ആരാ ചെല്ലാനുള്ളത്? നോക്കിയായിരുന്നോ? എല്ലാരും ചൊല്ലിക്കഴിഞ്ഞോ? എല്ലാരും പറഞ്ഞു. അപ്പൊ നമുക്ക് ഒരുമിച്ച് ചെല്ലാം. എല്ലാരും മൈക്ക് ഓപ്പൺ ചെയ്യുക. നമുക്ക് ഒരുമിച്ച് ചെല്ലാം. 1 2 3 4. അക്ഷരാണാമകാരോസ്മി ദ്വന്ദ്വസമാസികസ്യ ച അഹമേവാക്ഷയകാലോ താദാഹം വിശ്വതോ മുഖഃ. അക്ഷരങ്ങളിൽ അകാരവും സമാസങ്ങളിൽ ദ്വന്ദ്വസമാസവുമായി ഞാൻ അനവസാനമായ കാലവും സൃഷ്ടികർത്താക്കളിൽ ബ്രഹ്മാവും ഞാനാണ്. അക്ഷരങ്ങളിൽ അകാരവും സമാസങ്ങളിൽ ദ്വന്ദ്വസമാസവുമാണ് ഞാൻ. അനവസാനമായ കാലവും സൃഷ്ടികർത്താക്കളിൽ ബ്രഹ്മാവും ഞാനാണ്. Of letters I am the letter A, and among compounds I am the dual word. I am also inaccessible time, and of creator I am Brahma, whose manifold places run everywhere. Okay.
അപ്പൊ ഈ ശ്ലോകം ബൈഹേർട്ട് ചെയ്ത് എല്ലാവരും ഗ്രൂപ്പില് ഇടണം. ഓക്കെ? ഓക്കെ. അത് അപ്പം നമ്മൾ ആദ്യം ആരെയാണ് ഫോളോ ചെയ്യേണ്ടത്, പിന്നെ എന്തുകൊണ്ടാണ് നമ്മൾ കൃഷ്ണനെ ഫോളോ ചെയ്യാൻ ശ്രമിക്കുന്നത്, നമുക്ക് എല്ലാവർക്കും ഒരു ഓതന്റിക്, നമുക്കൊരു പ്രമാണം, ഒരു ശാസ്ത്രം ആവശ്യമാണ്, റെഫറൻസ് ആവശ്യമാണ്. പിന്നെ നമ്മൾ എന്തുകൊണ്ട് പഠിച്ചു, എന്താണ് പഠിച്ചത്, എന്തുകൊണ്ട് എപ്പോഴും കൃഷ്ണന്റെ അടുത്ത് പോകണം എന്ന് പറഞ്ഞത്, നമ്മൾ ഫിലോസഫിക്കലായിട്ടും കാര്യം പറഞ്ഞു, അല്ലാതെ ഫ്രണ്ട്ലി ജസ്റ്റ് ആ കാര്യങ്ങളും പറഞ്ഞു. ഓക്കെ, ശരിയല്ലേ? ആ, അപ്പൊ നമ്മൾ എഫർട്ട് എടുക്കുന്നത് ഭഗവാന്റെ ഗൈഡൻസ് ഇല്ലാതെ സക്സസ് ആവത്തില്ലെന്നും പറഞ്ഞു, ഇല്ലേ? അത് നമ്മളിവിടെ പ്രൂവും ചെയ്തു. ഇനി നമ്മൾ നേരെ രാമായണത്തിൽ അപ്പം എന്തോ എന്തുകൊണ്ട് ഇന്നലെ കാണാൻ പറ്റത്തുള്ളൂ. ഓക്കെ, സ്ക്രീൻ ഷെയർ ഓക്കെ. ഓക്കെ, അപ്പോൾ ഓക്കെ, അപ്പൊ ഇനി നമ്മള് നേരെ പോകുന്നത് രാമായണത്തിലൂടെ. ശ്രീരാമചന്ദ്രൻ എന്ന മഹാപുരുഷനെ ഭഗവാൻ തന്നെ ആ ശ്രീരാമചന്ദ്രന്റെ ആ ഫിലോസഫിയാണ് നമ്മൾ പഠിക്കേണ്ടത്. ഐഡിയൽ പ്രിൻസിപ്പിൾസ്, നമ്മൾ എല്ലാത്തിന്റെ റെഫറൻസ് നമ്മുടെ ഭാരതീയ സംസ്കാരമാണ്, നമ്മുടെ വേദിക് ലാംഗ്വേജ് ആണ്, വേദിക് കൾച്ചറാണ്. അതുകൊണ്ടാണ് നേരത്തെ ഞാൻ പറഞ്ഞത് മദർ ഓഫ് ദ ആൾ ദ ലാംഗ്വേജസ് ഈസ് സംസ്കൃത് എന്ന് പറഞ്ഞത്. ഓക്കെ, ആരുടെ പേരാണ്, ഏത് റൈറ്ററുടെ പേരാണ് ഞാൻ പറഞ്ഞത് റെഫർ ചെയ്യാൻ? വില്യം ഡുറാന്റ്. എന്തായിരുന്നു ഇതിന്റെ സ്ക്രിപ്ചറിന്റെ പേര്? The Story of the Civilization. The Story of the Civilization. ഒരു പക്ഷേ ഗൂഗിളിൽ അടിച്ചു കഴിഞ്ഞാൽ കിട്ടും. ഓക്കെ, അപ്പൊ ഇനി നമ്മള് രാമായണത്തിന്റെ ഒരൊറ്റ ശ്ലോകം, അത് വലിയൊരു ശ്ലോകമാണ്, ആ ശ്ലോകത്തിലോട്ട് പോകും. ആ ശ്ലോകവും വായിച്ചിട്ട് നമുക്ക് ബാലകാണ്ഡം വായിക്കാം. ഓക്കെ, അപ്പൊ നമ്മളിവിടെ സ്റ്റോപ്പ് ചെയ്യും. 11 PDF പേജിൽ തന്ന PDF പേജിന്റെ 11ാമത്തെ ഇതാണ് പറയുന്നത്, 11ാമത്തെ ശ്ലോകമാണ് വായിക്കാൻ പോകുന്നത്. രക്ഷോധമേന വിഹവദ്വിവിധേ അസമക്ഷം വൈദേഹരാജ ദുഹിതരീ അഭയാപിതായാം രാത്രാവനേ കൃപണവത് പ്രയയാവിയുക്തഃ ശ്രീസംഹിനാം ഗതിം ഇതി പ്രദയം ചാചരഃ. ഇതും അടുത്തൊരു ഫിലോസഫിയാണ്. ഒരു പക്ഷേ കുട്ടികൾക്ക് അത്ര ഗ്രാസ്പ് ചെയ്യാൻ പറ്റത്തില്ലെങ്കിലും മുതിർന്നവർക്ക് ഗ്രാസ്പ് ചെയ്യാൻ പറ്റും. ഇതും അടുത്തൊരു ഫിലോസഫിയാണ് ശ്രീ രാമായണത്തിലൂടെ ഭഗവാൻ പറയുന്നത്. രക്ഷോ അധമേന ഭഗവത് വിപദേ അസമക്ഷം വൈദേഹരാജ ദുഹിതരീ അഭയാപിതായാം രാത്രാവനേ കൃപണവത് പ്രയയാവിയുക്തഃ ശ്രീസംഹിനാം ഗതിം ഇതി പ്രദയം ചാചരഃ. രക്ഷ അധമേന, രാക്ഷസന്മാരിൽ വച്ച് ഏറ്റവും ദുഷ്ടനായ രാവണനാൽ ഭഗവത്, ഒരു ചെന്നായയെ പോലെ, വിപിനെ കാട്ടിൽ അസമക്ഷം അരക്ഷിതയായ വൈദേഹരാജദുഹിതരി, വിദേഹ രാജാവിന്റെ പുത്രിയായ സീതാദേവിയുടെ ഈ അവസ്ഥയിൽ അഭയാപിതായ അപഹരിക്കപ്പെട്ട് സോദരനൊപ്പം വനെ കാട്ടി കൃപണവത് ദയനീയമായ ഒരുവനെ പോലെ, സ്ത്രീസംഖ്യയെ പോലെ ഗതിമന്ത്യം ഇത് ഇപ്രകാരം ഉദാഹരണമായി കചാര അലഞ്ഞു. ഇതിന്റെ വിവർത്തനം ആരെടുത്തിട്ടുണ്ട്? PDF പേജ് അമ്മയച്ഛനും എടുത്തു വായിച്ചോളൂ. വലിയൊരു വായിച്ചോളൂ. രാമചന്ദ്രൻ കാട്ടിനുള്ളിലേക്ക് പോവുകയും ലക്ഷ്മണൻ അവിടെ ഇല്ലാതിരിക്കുകയും ചെയ്ത സമയത്ത് രാക്ഷസരിൽ വെച്ച് അധമനായ രാവണൻ ഇടയനില്ലാതെ അരക്ഷിതമായി ഇരിക്കുന്ന ആടിനെ നരി എന്ന പോലെ വിദേഹ രാജപുത്രിയായ സീതാദേവിയെ തട്ടിക്കൊണ്ടുപോയി. ഭാര്യയെ വേർപിരിഞ്ഞതിനാൽ അങ്ങേയറ്റം ദുഃഖിതനായ മട്ടിൽ ഭഗവാൻ രാമചന്ദ്രൻ സോദരൻ ലക്ഷ്മണനോടൊപ്പം കാട്ടിൽ അലഞ്ഞു തിരിഞ്ഞു. ഇപ്രകാരം അദ്ദേഹം സ്ത്രീകളുമായി ബന്ധപ്പെടുന്ന വ്യക്തിയുടെ അവസ്ഥ എന്തെന്നോ സ്വന്തം ഉദാഹരണത്തിലൂടെ കാട്ടിത്തന്നു.
സ്ത്രീകളോട് മമതയുള്ളവന്റെ അവസ്ഥ എന്തെന്ന് ഭഗവാൻ തന്നെ കാണിച്ചു തന്നു എന്നതാണ് ഈ ശ്ലോകത്തിലെ സ്ത്രീ സംഗീനാം ഗതിം ഇതി എന്ന വാക്കുകൾ സൂചിപ്പിക്കുന്നത്. മാർഗ നിർദ്ദേശങ്ങൾ പറയുന്നത് എന്തെന്നാൽ ഗൃഹേ നാരീം വിവർജയേത്, യാത്ര പോകുമ്പോൾ ഭാര്യയെ ഒപ്പം കൊണ്ടുപോകരുത് എന്നാണ്. പണ്ടൊക്കെ യാത്രാ സൗകര്യങ്ങൾ നന്നേ കുറവായിരുന്നല്ലോ. പക്ഷെ ഇപ്പോഴും പുരുഷൻ വീട് വിട്ടു പോകുമ്പോൾ, പ്രത്യേകിച്ചും പിതാവിന്റെ ആജ്ഞയാൽ നാടു കടത്തപ്പെട്ട ഭഗവാൻ രാമചന്ദ്രന്റേതുപോലുള്ള അവസ്ഥകളിലാണെങ്കിൽ കഴിവതും ഭാര്യയെ ഒപ്പം കൊണ്ടുപോകാതിരിക്കുകയാണ് വേണ്ടത്. കാട്ടിലായാലും വീട്ടിലായാലും സ്ത്രീകളോട് മമതയുണ്ടെങ്കിൽ ആ മമത എപ്പോഴും അപകടകാരിയാണ്. അതാണ് പരമ ദിവ്യോത്തമ പുരുഷൻ സ്വന്തം ഉദാഹരണത്തിലൂടെ കാട്ടിത്തരുന്നത്. സ്ത്രീ സംഖ്യയുടെ ഭൗതിക വശമാണിത്. പക്ഷേ ഭഗവാൻ രാമചന്ദ്രന്റെ അവസ്ഥ ആത്മീയമാണ്. കാരണം അദ്ദേഹം ഈ ഭൗതിക ലോകത്തിന്റെ ഉൽപ്പന്നമല്ല. നാരായണ പരോ അവ്യക്താത്, നാരായണൻ ഭൗതിക സൃഷ്ടിക്ക് അതീതനാണ്. ഭൗതിക ലോകത്തിന്റെ സൃഷ്ടാവാണ് അദ്ദേഹം. അതുകൊണ്ട് തന്നെ ഭൗതിക ലോകത്തിന്റെ ഉപാധികൾക്ക് വിധേയനുമല്ല. സീതയിൽ നിന്നുള്ള ശ്രീരാമദേവന്റെ വിരഹത്തെ ആത്മീയമായി ദർശിക്കുമ്പോൾ അത് വിപ്രലംഭമാണെന്നും കാണാം. അത് ആത്മീയ ലോകത്തെ ദാമ്പത്യ പ്രേമത്തിന്റെ പരിപക്വ ഫലമായ ശൃംഗാരരസത്തിന്റെ ഭാഗമായ ഭഗവാന്റെ ഹാദിനീ ശക്തിയുടെ പ്രവർത്തന ഫലമായിട്ടുണ്ടാകുന്നതാണ്. ആത്മീയ ലോകത്ത് പരമ ദിവ്യോത്തമ പുരുഷൻ പ്രേമത്തിന്റെ എല്ലാ ലക്ഷണങ്ങളും സാത്വികം, സഞ്ചാരി, വിലാപം, മൂർച്ഛ, ഉന്മാദം പ്രകടിപ്പിക്കുന്നതായി കാണാം. അതിനാൽ സീതയിൽ നിന്നും വേർപെട്ടപ്പോൾ ഈ ആത്മീയ ലക്ഷണങ്ങൾ പ്രകടമായി. ഭഗവാൻ അവ്യക്തനോ ശൂന്യനോ അല്ല. അദ്ദേഹം സച്ചിദാനന്ദ വിഗ്രഹനാണ്. അറിവിന്റെയും ആനന്ദത്തിന്റെയും ശാശ്വത രൂപമാണ്. ആത്മീയ ആനന്ദത്തിന്റെ എല്ലാ ലക്ഷണങ്ങളും അദ്ദേഹത്തിൽ കാണാം. പ്രേമഭാജനത്തിന്റെ വിരഹം അനുഭവിക്കുന്നതും ആത്മീയ ആനന്ദത്തിന്റെ ഒരു വശമാണ്. രാധാകൃഷ്ണ പ്രണയ വികൃതിർ ഹാദിനി ശക്തി എന്ന് ശീലസ്വരൂപ ദാമോദര ഗോസ്വാമി വിശദീകരിക്കുന്നു. രാധാകൃഷ്ണന്മാരുടെ പ്രണയ കേളികൾ ഭഗവാന്റെ ഹാദിനി ശക്തിയുടെ പ്രകടനമാണ്. ഭഗവാൻ എല്ലാ ആനന്ദത്തിന്റെയും പ്രഥമമായ ഉറവിടമാണ്. അതിനാൽ ഭഗവാൻ രാമചന്ദ്രൻ സത്യത്തെ ആത്മീയമായും ഭൗതികമായും പ്രകടിതമാക്കുന്നു. ഭൗതികമായി സ്ത്രീകളുമായി മമത പുലർത്തുന്നവൻ കഷ്ടപ്പെടുന്നു. പക്ഷേ ഭഗവാനും ഹാദിനി ശക്തിയുമായി ആത്മീയമായി വേർപാട് അനുഭവിക്കുമ്പോൾ ഭഗവാന്റെ ആത്മീയ ആനന്ദം വർദ്ധിക്കുകയാണ്. ഭഗവത്ഗീതയിൽ 9.11 ഇക്കാര്യം കൂടുതൽ വിവരിക്കുന്നുണ്ട്. മാനുഷം തനുമാശ്രിതം പരം ഭാവമജാനന്ദു മമ ഭൂതമഹേശ്വരം. പരമദിവ്യോത്തമ പുരുഷന്റെ ആത്മീയ ശക്തിയെ കുറിച്ച് അറിയാത്തവർ അദ്ദേഹത്തെ സാധാരണ മനുഷ്യനായി കരുതുന്നു. എന്നാൽ ഭഗവാന്റെ മനസ്സും ബുദ്ധിയും ഇന്ദ്രിയങ്ങളും ഭൗതിക അവസ്ഥകളാൽ ബാധിക്കപ്പെടുന്നതേയില്ല. ഈ സത്യം സ്കന്ദപുരാണത്തിൽ കൂടുതലായി വിശദീകരിക്കുന്നത് മാധ്വാചാര്യർ ഉദ്ധരിക്കുന്നത് നോക്കുക. ഹരേ കൃഷ്ണ. അപർണേഷ് അമ്മയുണ്ടോ? അമ്മയുണ്ടോ? അമ്മ അടുത്തുണ്ടോ? ഇല്ല, അമ്മ പുറത്തേക്ക് ബാൽക്കണിക്ക്. ഓക്കെ, നോ പ്രോബ്ലം. അപ്പൊ ഇവിടെ സ്കന്ദപുരാണത്തിലെ റെഫറൻസ് ആണ്. അപ്പൊ നമ്മൾ എന്ത് കാര്യം നമ്മുടെ ഫാമിലി ലൈഫിലാണെങ്കിലും നമ്മുടെ ലൈഫിൽ പ്രത്യേകം ചിന്തിക്കേണ്ടതാണ്. നമ്മുടെ ബുദ്ധി കൊണ്ട് ഒന്നും സംസാരിക്കരുത്. നമ്മുടെ ബുദ്ധി ഉപയോഗിക്കേണ്ടത് നമ്മുടെ സ്ക്രിപ്ചർ റെഫർ ചെയ്ത് ജീവിക്കാനാണ് നമ്മുടെ ബുദ്ധി ഉപയോഗിക്കേണ്ടത്. ഇവിടെ ഏറ്റവും വലിയ ഗ്രേറ്റ് സയന്റിസ്റ്റ് ആണ് മധ്വാചാര്യര്. മധ്വാചാര്യര് വീണ്ടും സ്കന്ദപുരാണം റെഫർ ചെയ്തു. എത്ര പുരാണങ്ങളുണ്ട് നമുക്ക്? 18 പുരാണം, 4 വേദങ്ങള്, 108 ഉപനിഷത്തുക്കള്. ഓക്കെ, ഇവിടെ സ്കന്ദപുരാണത്തിൽ മധ്വാചാര്യ റെഫർ ചെയ്യുകയാണ്. നിത്യപൂർണ സുഖജ്ഞാന സ്വരൂപോ അസോയതോ വിഭുഃ അതോ അസ്യ രാമേതി വ്യാഖ്യാ തസ്യ ദുഃഖം കുതോന്യപി തഥാപി ലോകശിക്ഷാർത്ഥം
അദുഃഖോ ദുഃഖവത്തിവത് അന്തർഹിതാം ലോകദൃഷ്ട സീതാമാസീത് സ്മരന്നിവ ജ്ഞാപനാർത്ഥം പുനർനിത്യം സംബന്ധ സ്വാത്മന ശ്രിയാഃ അയോധ്യായാ വിനിർഗച്ഛൻ സർവലോകസ്യ ശേശ്വരഃ പ്രത്യക്ഷം ദുശ്രിയാസാർത്ഥം ജഗമജഗാമാനാതിരവ്യയഃ നക്ഷത്രമാസഗണിതം ത്രയോദശ സഹസ്രകം ബ്രഹ്മലോക സമം ചക്രേ സമസ്തം ശിതിമണ്ഡലം രാമോ രാമോ രാമയിതി സർവേഷാമവവതു തഥാ സർവോ രമമയോ ലോകോ യഥാ രാമസ്തപാലയത്. ഹരേ കൃഷ്ണ. ഇതിന്റെ കണ്ടിന്യൂഷൻ വേറെ ആർക്ക് വായിക്കാൻ പറ്റും? ഓക്കെ, മാതി. ഹരേ കൃഷ്ണ. ബാക്കി ബാലൻസ് വായിക്കാൻ പറ്റുമോ? പ്രഭു, എനിക്കൊരു ക്ലാസ് ഉണ്ട് ഇപ്പൊ. ഓക്കെ, നോ പ്രോബ്ലം. ഓക്കെ, കണ്ടിന്യൂ. ഓക്കെ, വേറെ ആർക്ക് വായിക്കാൻ പറ്റും? അമ്മ. വായിച്ചോളൂ, വായിച്ചോളൂ. രാവണനെ സീതയെ യഥാർത്ഥത്തിൽ തട്ടിക്കൊണ്ടു പോകാൻ കഴിയുകയില്ല. രാവണൻ തട്ടിക്കൊണ്ടു പോയത് മായാ സീത എന്ന സീതാമാതാവിന്റെ മായിക രൂപം മാത്രമാണ്. സീത അഗ്നി പരീക്ഷണം നേരിട്ടപ്പോൾ മായാ സീത തീയിലെരിയുകയും യഥാർത്ഥ സീത പുറത്തു വരികയും ചെയ്തു. ഈ ഉദാഹരണത്തിൽ നിന്ന് മനസ്സിലാക്കേണ്ട മറ്റൊരു വസ്തുത, ഒരു സ്ത്രീ ഭൗതിക ലോകത്തിൽ എത്ര തന്നെ ശക്തിയാണെങ്കിലും അവൾക്ക് പരിരക്ഷ വേണ്ടതുണ്ടെന്നും അരക്ഷിതയായാൽ ഉടൻ രാവണനെ പോലുള്ള രാക്ഷസന്മാർ അവളെ ചൂഷണം ചെയ്യുമെന്നുള്ളതാണ്. ഇവിടെ വൈദേഹരാജ എന്ന വാക്കുകൾ സൂചിപ്പിക്കുന്നത് ഭഗവാൻ രാമചന്ദ്രനെ വിവാഹം കഴിക്കുന്നതിന് മുൻപ് സീതാദേവി വൈദേഹ രാജാവായ പിതാവിനാൽ സംരക്ഷിക്കപ്പെട്ടിരുന്നു എന്നതാണ്. വിവാഹിതയായപ്പോൾ സീതയെ ഭർത്താവ് സംരക്ഷിച്ചു. സ്ത്രീ എപ്പോഴും സംരക്ഷിക്കപ്പെടണം എന്നതാണ് അന്തിമമായ നിഗമനം. വേദ നിയമം അനുസരിച്ച് ഒരു സ്ത്രീക്ക് സ്വതന്ത്രയായിരിക്കുവാൻ നിവൃത്തിയില്ല. കാരണം അവൾക്ക് സ്വയം രക്ഷിക്കാനുള്ള കഴിവില്ല. പ്രത്യേകം ബ്രാക്കറ്റിൽ പറയുന്നുണ്ട്, അസമക്ഷം, ക്ഷമിക്കണം, കാര്യം തെറ്റിദ്ധരിക്കരുത്. ഇതാണ് അതിന്റെ യഥാർത്ഥ വസ്തുത. നമ്മള് സമൂഹത്തില് സ്ത്രീ ഒരിക്കലും സുരക്ഷിതയല്ല. അതൊരു യാഥാർത്ഥ്യമാണ്. ആ യാഥാർത്ഥ്യത്തെ നമുക്ക് ചലഞ്ച് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ എന്താണ് ചെയ്യേണ്ടത്? നമ്മള് സ്ത്രീകൾക്ക് പ്രൊട്ടക്ഷൻ കൊടുക്കണം. എങ്ങനെയാണ് പ്രൊട്ടക്ഷൻ കൊടുക്കേണ്ടത്? ഭർത്താവ് ഭാര്യയെ, അല്ലെങ്കിൽ മക്കള് അമ്മയെ, അതല്ലെങ്കിൽ സഹോദരൻ സഹോദരിയെ, ബ്രദർ സിസ്റ്ററിനെ പ്രൊട്ടക്ട് ചെയ്യണം. ചിൽഡ്രൻസ് മദറിനെ പ്രൊട്ടക്ട് ചെയ്യണം, അല്ലെങ്കിൽ സെർവ് ചെയ്യണം, അവരുടെ കാര്യങ്ങൾ നോക്കണം. ഹസ്ബൻഡ് വൈഫിനെ പ്രൊട്ടക്ട് ചെയ്യണം. ഇതാണ് ഐഡിയൽ ലൈഫ്. ഇങ്ങനെ ഒരു ഐഡിയൽ ലൈഫ് ഇല്ല എന്നുണ്ടെങ്കിൽ സമൂഹത്തില് ഇംബാലൻസ് ഉണ്ടാകും, സമൂഹത്തിന് മീനച്യുതി ഉണ്ടാകും. ഇതിലെന്തെങ്കിലും ആക്ഷേപങ്ങളും അഭിപ്രായങ്ങളും പറയാനുണ്ടോ? ഹരേ കൃഷ്ണ. നമുക്ക് ആയോധന കലകൾ പഠിപ്പിച്ചാ പോരെ? ആയോധന കലകൾ പഠിപ്പിച്ചിട്ട് എത്ര പഠിക്കാൻ പറ്റും നമുക്ക്? പ്രാക്ടിക്കലി അത് എത്ര മാത്രം ഇംപ്ലിമെന്റ് ചെയ്യാൻ പറ്റും? ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. മനസ്സിന് ധൈര്യമില്ലെങ്കിൽ ആയോധന കലയ്ക്ക് ഇംപ്ലിമെന്റേഷൻ ഉണ്ടാവില്ല. മനസ്സിന് ധൈര്യം വരണമെന്നുണ്ടെങ്കിൽ, മനസ്സ് ബോൾഡാവണമെന്നുണ്ടെങ്കിൽ ഭഗവാനെ വിളിച്ചെങ്കിലേ പറ്റത്തുള്ളൂ. അതുപോലെ തന്നെ ഹസ്ബൻഡ് അല്ലെങ്കിൽ മക്കളുടെ ഒരു പരിരക്ഷ ഉണ്ട് എന്നുള്ള ആ ഒരു മനസ്സിൽ ശ്രദ്ധ ഉണ്ടെങ്കിൽ മാത്രമേ കാര്യങ്ങൾ ചെയ്യാൻ പറ്റൂ. അപ്പം ആയോധന കല ഒരിക്കലും ഒരു ഇൻഡിവിജ്വൽ ആയിട്ട് ആപ്ലിക്കബിൾ അല്ല. നമുക്ക് അപ്ലൈ ചെയ്യാൻ പറ്റത്തില്ല. ചില ക്രിട്ടിക്കൽ സെൻസിറ്റീവ് മൊമെന്റ്സിൽ നമ്മളെല്ലാം മറന്നുപോകും. ഒബ്ജക്ഷൻ ഉണ്ടെങ്കിൽ പറയാം എല്ലാവർക്കും. ഹരേ കൃഷ്ണ. മോറൽ സപ്പോർട്ട് വേണമെന്നാ പറയണത് അല്ലേ? തീർച്ചയായിട്ടും. ഡിഫൻഡർ എല്ലാവരും നമ്മൾ ആയോധന കല പഠിച്ചിട്ടുണ്ടെങ്കിൽ അതിനെ ഡിഫെൻഡ് ചെയ്യുന്ന ശക്തിയുള്ള ഒരാളായിരിക്കും വരുന്നത്.
ഡിഫൻഡർ എപ്പോഴും അവരെ ആയിരിക്കത്തില്ല, നല്ല ബലവാനായിരിക്കും. പക്ഷെ പുതിയ കാലഘട്ടത്തിൽ ഇത് ആവശ്യമാണ് അല്ലെ, ആയോധന കലകൾ പഠിപ്പിച്ചിരിക്കണം. പുതിയ കാലഘട്ടത്തിൽ ആയോധന കല ആവശ്യമാണ്, പക്ഷെ ഇൻഡിവിജ്വൽ ആയിട്ട് അപ്ലൈ ചെയ്യാൻ പറ്റത്തില്ല. ആരാണ് പഠിപ്പിക്കാൻ പറ്റുന്നത്, ആരാണ് ഇൻസ്പയർ ചെയ്യുന്നത്? പുരുഷനാണ് അല്ലേ? ദാറ്റ് ഇസ് എ റിയൽ ഫാക്ട്. അപ്പം ഏത് രീതിയിലാണെങ്കിലും സ്ത്രീക്ക് പുരുഷൻ പ്രൊട്ടക്ട് ചെയ്യേണ്ടതാണ്. ഈ അടുത്ത കാലഘട്ടത്തിൽ വരുന്ന എല്ലാ സംഗതികളിലും എല്ലാ പ്രശ്നങ്ങളിലും അതിന്റെ മെയിൻ ഒരു ആന്റി ഹീറോ അല്ല, ആന്റി ഹീറോയിൻ ആണ്. അല്ലേ? ശരിയല്ലേ? രാമായണത്തിൽ എടുത്ത് നോക്കിക്കഴിഞ്ഞാലും അതാണ്. നോക്കൂ, ഒരു വശത്ത് സീതാദേവിയുടെ മഹത്വമായ ഒരു ആദർശ സ്വഭാവം കാണാം, മറുവശത്ത് എല്ലാ ചപലതകളുമുള്ള ശൂർപ്പണഖയുടെ സ്വഭാവവും കാണാം. അല്ലേ? ശരിയല്ലേ? ശരിയല്ലേ? അതാണ് പറഞ്ഞത്. എപ്പോഴും നമ്മള് ഫാമിലി ലൈഫില് പേരൻസ് ചിൽഡ്രൻസ് റിലേഷൻഷിപ്പ് വളരെ ട്രൂ ആയിരിക്കണം, ട്രൂ വേയിൽ പോകണം, സ്പിരിച്വലി മുന്നോട്ട് പോകണം. എല്ലാവരും ഒരുമിച്ച് 5 മിനിറ്റ് എങ്കിലും, ഒരു 10 മിനിറ്റ് എങ്കിലും ഒരുമിച്ചിരുന്ന് നാമം, ഒരു റൗണ്ട് എങ്കിലും നാമം ജപിക്കണം, ഒരുമിച്ചിരുന്ന് നാമം ജപിക്കണം. ഓക്കെ, ഇനി നമ്മള് അടുത്ത ബാലകാണ്ഡത്തിലോട്ട് പോവുകയാണ്. ബാലകാണ്ഡം വായിച്ചോളൂ. ഒരു പേജാ 2 പേജാ? ഹരേ കൃഷ്ണ. हरि श्री गणपते नमः. अविघ्नमस्तु. श्रीराम राम राम श्रीरामचन्द्राजय, श्रीराम राम राम श्रीरामभद्राजय, श्रीराम राम राम सीताभिराम राम, श्रीराम राम राम लोकाभिराम जय, श्रीराम राम राम रावणान्तका राम, श्रीराम मम हृदि रमत राम राम, श्रीराघवात्मा राम श्रीराम रमापदे, श्रीराम रमणीय विग्रह नमोस्तुते, नारायणाय नमो नारायणाय नमो नारायणाय नमो नारायणाय नमः. ശ്രീരാമനാമം പാടി വന്ന പൈങ്കിളി പെണ്ണെ, ശ്രീരാമചരിതം നീ ചൊല്ലിയിടും അറിയാതെ, ശാരിദ പൈതൽ താനും വന്ദിച്ചു വന്ധ്യന്മാരെ, ശ്രീരാമസ്തുതിയോടെ പറഞ്ഞു തുടങ്ങിനാൾ. കാരണനായ ഗണനായകൻ ബ്രഹ്മാത്മകൻ, കാരുണ്യമൂർത്തി ശിവശക്തി സംഭവൻ ദേവൻ, വാരണമുഖമവ പ്രാരക്ത വിഘ്നങ്ങളെ വാരണ ചെയ്തിടുവാനാവോളം വന്ദിക്കുന്നേ. വാണിമാതാവേ വർണ്ണവിഗ്രഹേ വേദാത്മികേ, ജ്ഞാനമന്യമേ മുദാ നാവന്മേൽ നടനം ചെയ്യേന കാനനെ, യഥാ കാനനെ ദിഗംബരം വാരിജോദ്ഭവാരിജവാസേ ബാലേ, ഭാരതി തന്നെ തിരുമാലകളെന്ന പോലെ, ഭാരതി പദാവലി തോനേനം കാലേ കാലേ, പാരാദ സലക്ഷണം മേന്മേൽ മംഗളശീലേ, വിഷ്ണുവംശത്തിൽ വന്നു കൃഷ്ണനായ പിറന്നൊരു വിഷ്ണു വിശ്വാത്മാ വിശേഷിച്ച് അനുഗ്രഹിക്കണം. വിഷ്ണുജോദ്ഭവസുതനന്ദന പുത്രൻ വ്യാസൻ, വിഷ്ണുതാൻ തന്നെ വന്നു പിറന്ന തപോധരൻ, വിഷ്ണു തന്മായ ഗുണചരിത്രമെല്ലാം കണ്ട് കൃഷ്ണനായ പുരാണ കർത്താവിനെ വണങ്ങുന്നേ. നാൻമരനേരായ രാമായണം ചമക്കയാൽ നാൻമുഖനുള്ളിൽ ബഹുമാനത്തെ വളർത്തരു. വാൽമീകി കവിശേഷനാക്കിയ മഹാമുനിതാൻ മമപദം എപ്പോഴും വന്ദിക്കുന്നേ. രാമനാമത്തെ സദാകാലവും ജപിച്ചിടും കാമനാശനും മാവല്ലഭൻ മഹേശ്വരൻ,
ശ്രീ മഹാദേവൻ പരമേശ്വരൻ സർവേശ്വരൻ മാമകെ മനസ്സിൽ വാണിടുവാൻ വന്ദിക്കുന്നേ. വാരിജോർനാദിയാക്കിയ ദേവന്മാരും നാരദ പ്രമുഖന്മാരാകിയ മുനികളും വാരിജോശരാരാധി പ്രാണനാഥയും മമ വാരിജ മകളായ ദേവിയും തുണയ്ക്കണം. ശ്രീരാം ജയ രാം ജയ ജയ രാം ശ്രീരാം ജയ രാം ജയ ജയ രാം. ഹരേ കൃഷ്ണ. താങ്ക് യു. ഓ രാമചന്ദ്ര രഘുരാമ. ആർക്കറിയാം ഈ പാട്ട്? രാമചന്ദ്ര രഘുരാമ. ഋഷികേശൻ അറിയാൻ തോന്നുന്നല്ലോ. അറിയാമോ? എന്നാ ചൊല്ലിക്കോളൂ. ഇല്ല, ഞാൻ പിന്നെ ആർക്കാ അറിയാവുന്നത്? എനിക്ക് ഒരു അറിയില്ല, സിനിമ അല്ല. രഘുരാമ പരംധാമ രഘുരാമ പരംധാമ രാമചന്ദ്ര രഘുരാമ രാമചന്ദ്ര പരംധാമ. അറിയാം. അഭിനവ് ഗൂഗിളിൽ സെർച്ച് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഗൂഗിൾ ഏഷ്യൻ്റെ അടുത്ത് ചോദിക്കുകയാണ്. അപ്പം ഇനി എന്താണ് എല്ലാവരുടെയും എക്സ്പീരിയൻസ് പറയാം. ബോറടിച്ചോ? പറയാം. ബോറടിച്ചോ? അതല്ല. പിന്നെന്താണ്? അച്ഛന് ഓഫീസിൽ എനിക്ക് മീറ്റിംഗ് ഉണ്ട്, പ്രസന്റേഷന്റെ PPT ആ. ഓക്കേ, വെരി ഗുഡ്. ഓക്കേ, പിന്നെ അത് നത്തിങ്. പിന്നെ അനഭി എന്താ ഉണ്ടാതിരിക്കുന്നേ? വായിച്ചുകൊണ്ടിരിക്കുന്നു. ഓക്കേ. അടുത്ത ആഴ്ച എല്ലാവരും ശ്ലോകം പോസ്റ്റ് ചെയ്തില്ലേ? വേറെ കാര്യമുണ്ട്. ഹലോ, കേൾക്കുന്നുണ്ടോ? കേൾക്കുന്നുണ്ട്. ഹലോ, കേൾക്കുന്നുണ്ട്. വെരി ഗുഡ്. ആരാ അനബിയ വരച്ചേ? അനബി വരച്ചതിന്റെ മുകളിൽ കൂടെ അഭിനവ് വരച്ചല്ലേ? ഓക്കെ. വര എന്ന് പറയുമ്പോഴാണ് രണ്ട് ചിത്രകാരന്മാരെ പറ്റി നമുക്ക് ഓർമ്മ. ഇന്ത്യയിലെ ഏറ്റവും വലിയ ചിത്രകാരനാരായിരുന്നു? ലോകത്തിലെ തന്നെ ക്ലാസിക്കൽ ആരായിരുന്നു? ജീവൻ തുടിക്കുന്ന ചിത്രം വരച്ചത് ആരായിരുന്നു? ഞാൻ കേട്ടില്ല. കേട്ടില്ല, ഉറക്കം പറയൂ. ഓക്കെ, ഞാൻ ചോദിച്ചത് വെരി ഗുഡ്. ലക്ഷ്മി വരച്ചതാ? വെരി ഗുഡ്. ഞാൻ ചോദിച്ചത് ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ ജീവൻ തുടിക്കുന്ന ചിത്രം വരച്ചിരുന്നു ആരായിരുന്നു ഞാൻ ചോദിച്ചു. യെസ്, രാജാ രവിവർമ്മ. രവിവർമ്മയെ ബീറ്റ് ചെയ്യാൻ പിന്നെ ആർക്കും പറ്റിയിട്ടില്ല, ഒരാൾക്കും പറ്റിയിട്ടില്ല. അതാണ് യഥാർത്ഥ ആർട്ടിസ്റ്റ് എന്ന് പറയുന്നത്. അതാണ്, അല്ലാതെ കാർട്ടൂൺ വരയ്ക്കുന്ന പടമല്ല ആർട്ടിസ്റ്റ് ആവുന്നത്. അത് പാട്ടും എന്താ പറയുന്നത്, പാരഡി ഗാനവും തമ്മിലുള്ള ഡിഫറൻസ് പോലിരിക്കും. ചിത്രവും കാർട്ടൂണും തമ്മിൽ ഡിഫറൻസ് പോലിരിക്കും. കേട്ടില്ല? ഋഷികേശ് എന്താ പറഞ്ഞേ? ഓക്കെ. സോ പിന്നെ രാജാ രവിവർമ്മ കഴിഞ്ഞാൽ പിന്നെ അടുത്ത രണ്ട് ചിത്രകാരന്മാരെ പറ്റി നമ്മൾ പഠിച്ചിട്ടുണ്ട്. അതറിയാമോ? അടുത്ത ആഴ്ച പറയാം അതിന്റെ കണ്ടിന്യൂഷൻ. പക്ഷെ രണ്ട് പേരുണ്ട്. ആരൊക്കെയാണ്? The world classic painters. Leonardo da Vinci.
Da Vinci. Yes, one is Da Vinci and the full name? Picasso. Allah. Picasso. Allah. Leonardo da Vinci. Leonardo da Vinci. പിന്നെ Picasso അല്ലേ? Allah. Kaka. അല്ലേ അല്ലേ ശേഷം അടുത്ത ആഴ്ച തുടരും അല്ലേ? കുളുവരാം ഡാവിൻസിയുടെ അതേ പീരീഡിൽ തന്നെയായിരുന്നു. സെർച്ചിങ് തുടങ്ങി ഇവിടെ. ഓക്കെ സെർച്ച് ചെയ്തോളൂ. ഫുൾ നെയിം പറയണോ? ഒന്ന് ഡാവിൻസി, ലിയോനാർഡോ ഡാവിൻസി. അതേ പീരീഡിൽ തന്നെ വേറെ ചിത്രകാരൻ ഉണ്ടായിരുന്നു. ഇവർ രണ്ടുപേരായിരുന്നു വളരെ ഫേമസ്. പാബ്ലോ പിക്കാസോ ആണോ? അല്ല, പിക്കാസോ അല്ല. വിൻസെന്റ് വാൻ ഗോ? വിൻസെന്റ് വാൻ ഗോ അല്ല. കുളുതരാം. മാങ്കോയുടെ ആർട്ടിസ്റ്റ് ആണോ അല്ലെങ്കിൽ ഇന്ത്യൻ ആർട്ടിസ്റ്റ് ആണോ പ്രഭു? ഇന്ത്യൻ ആർട്ടിസ്റ്റ് അല്ല, ഞാൻ പറഞ്ഞില്ലേ ഡാവിൻസിയുടെ അതേ പീരീഡിൽ തന്നെ ഉണ്ടായതാണ്. പേര് മാങ്കോയിലുണ്ട്. പേര് മാങ്കോയിലുണ്ട്. യെസ്. ആരാണ് പറഞ്ഞേ? ആരാ പറഞ്ഞേ? മൈക്കലാഞ്ചലോ. ഇറ്റാലിയൻ അല്ലേ? നോ, മൈക്കലാഞ്ചലോ ഒരു ഇറ്റാലിയൻ അല്ലേ? ആയിരിക്കാം. ഞാൻ ഇന്ത്യൻ ആണെന്ന് പറഞ്ഞില്ലല്ലോ. Michael 1456. Michelangelo. AENGELEO. No space. Hare Krishna. Okay. Our Vancha Kalpatarubhyachcha Kripa Sindhubhyeva cha Paridanam Pavanebhyo Vaishnavebhyo Namo Namah. Egam Shastramari Chillum. Ego devo diputra ego mantrasya namani adi karma tasya devasya seva. Hare Krishna Hare Krishna Hare Rama Hare Hare. അപ്പോൾ ഇന്ന് പഠിച്ച ശ്ലോകം 10th ചാപ്റ്ററിലെ 33 BG സ്പേസ് 10.33 എന്ന് ഗൂഗിളിൽ അടിച്ചു കഴിഞ്ഞാൽ നേരെ വരും. ഓക്കെ സർ, ഒന്നുകൂടി ലിസ്റ്റ് ഫൈനൽ രാമായണ ക്ലാസ് നെക്സ്റ്റ് വീക്ക്. അത് കഴിഞ്ഞ് നമ്മൾ BG കണ്ടിന്യൂ ചെയ്യും. ഓക്കെ, ഭഗവത്ഗീത മാത്രം കണ്ടിന്യൂ ചെയ്യും. ഓക്കെ എന്തെങ്കിലും പറയാനുണ്ടോ? അപ്പോൾ ഓക്കെ, ഹരേ കൃഷ്ണ. കൗണ്ട് ഡൗൺ സ്റ്റാർട്ട് ചെയ്യാം. അക്ഷരാണ മകാരോസ്മി. അടുത്ത ശ്ലോകം എനിക്ക് ഈ വീക്കില് ചെയ്യണം. Five, four, three, സോറി ഒരു മിനിറ്റ്. ഡിം വന്നില്ല. അതിനു മുമ്പത്തെ ഒരു പ്രാർത്ഥനകളുണ്ട്. നമ്മുടെ പുഷ്പൻജിയുടെ അമ്മയ്ക്ക് വേണ്ടി ഒരു പ്രാർത്ഥനകളുണ്ട്, മറന്നു. അവിടെ ബ്രേക്ക് ചെയ്യും. Hare Krishna Hare Krishna 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 Hare 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 Rama Rama Hare 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 Krishna 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 Hare 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 Rama Rama Hare 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 Krishna
കൃഷ്ണ ഹരേ കൃഷ്ണ കൃഷ്ണ ഹരേ 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 രാമ 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 ഹരേ ഹരേ. 10, 9, അഭിനവ് അച്ഛനെവിടെ? അച്ഛാ സാറ് വിളിക്കുന്നത്